ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തികളോ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഭവിഷ്യത്ത് നേരിടുക തന്നെ വേണം. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചവർക്കും പാർട്ടി നേതൃത്വത്തിൽ ഉള്ളവരുടെ ഉറ്റബന്ധുക്കൾക്കും ബാധകമാണ്. CPM-ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമുചിതമായി തിരുത്തുമെന്നതിൽ സംശയമില്ല. ബംഗളൂരുവിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരിയും കൊച്ചിയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറും ED-യുടെ ചോദ്യങ്ങളെ നേരിടുമ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് ഇത്. സമൂഹത്തിന്റെ തെറ്റായ സ്വാധീനത്തിൽപ്പെട്ടുപോകുന്ന മക്കളെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ബിനീഷിനെതിരായ ആക്ഷേപങ്ങൾ തെളിയട്ടെ എന്ന് SRPM പറയുന്നു. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന വാദം ഇരു നേതാക്കളും ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇനി അറിയാനുള്ളത് ഇതാണ്: ലഹരി മരുന്നു കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് CPM കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ബിനീഷ് തെളിയിക്കട്ടെ, ബിനീഷ് നേരിടട്ടെ എന്ന് എന്തിനു പറയണം? അപ്പോൾ ഉറപ്പില്ല. 2009-ലെ തെറ്റുതിരുത്തൽ രേഖ ആർക്കുവേണ്ടി എഴുതിയതാണ്? പാർട്ടി അംഗങ്ങൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നു എന്ന പരാതി ഉയരുന്നുവെന്നും പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കണമെന്നും 2009 തെറ്റുതിരുത്തൽ രേഖ പറയുന്നുണ്ട്. അപ്പോൾ മകന്റെ ബിസിനസ്സുകളും ആഡംബര ജീവിതവും നാട് മുഴുവൻ ചർച്ച ചെയ്തിട്ടും പാർട്ടി സെക്രട്ടറി അറിഞ്ഞില്ലേ? തെറ്റിന് കൂട്ടുനിൽക്കലും തെറ്റു ചെയ്യും പോലെ തന്നെ ഗുരുതരമായ കുറ്റമാണെന്നും ഒരു സഖാവ് വരവിൽ കവിഞ്ഞ സമ്പാദ്യം ഉണ്ടാക്കിയാൽ അത് പാർട്ടി ആകെ തന്നെ അപകീർത്തിപ്പെടുത്തലുമാണെന്ന് 2015-ലെ പ്ലീനവും പറയുന്നുണ്ട്. അത് അണികളായ സഖാക്കൾക്ക് വേണ്ടി മാത്രമുള്ള നിർദ്ദേശമാണോ? കോടിയേരിക്ക് സെക്രട്ടറി സ്ഥാനത്ത് തുടരാമെന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ ഭവിഷ്യത്ത് ആര് നേരിടുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്.